കൃഷ്ണേ, നിന്നെ ആരെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? സിത്താര മാഡം. എന്നിട്ട് അവര് ഗാഥയും കൊണ്ടുപോയോ? ആ, കൊണ്ടുപോയി. എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ചതി. നിന്റെ സിത്താര മാഡം നിന്നോട് ചെയ്യുന്ന ചതി. ശാന്തി, പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് മോളെ കൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോവാ. ഹലോ, എങ്ങോട്ടാ? എങ്ങോട്ടാ എല്ലാവരും കൂടെ? ഞാൻ സിനിമ കാണാൻ പോന്നു എന്നല്ല പറഞ്ഞത്, പ്രാർത്ഥിക്കാനാ. അതിനെ ഞാൻ മാത്രം മതി. ഒന്ന് പോകുന്നുണ്ടോ? അമ്മ വാ. എന്താ മാഡം നമ്മളിവിടെ? ഗാഥയും ശ്രീനിവാസും ഒക്കെ ഇവിടെയുണ്ട്. അതിനെന്താ? കൃഷ്ണ, അതൊന്നും എനിക്കറിയില്ല. ഇപ്പോ എനിക്ക് തൽക്കാലം ഗാഥയും കൂട്ടിക്കൂടെ പോയേ പറ്റൂ. എത്തിയോ? എത്തി. എവിടെ നീയാ? ആ ഹാളിന്റെ പിറകില് 2-3 മുറികളുണ്ട്. ഞാൻ അവിടെയുണ്ട്. അവളെ അങ്ങോട്ടേക്ക് വിട്ടാ മതി. പിന്നെ അവിടെ നിൽക്കുന്നവരാരും അവളെ കാണരുതെന്ന് അവളോട് പ്രത്യേകം പറയണം. ശരി മോളെ, നീ ഈ വഴി അകത്തേക്ക് കയറിക്കോ. ഹോളിന്റെ പുറകില് ഒരു റൂമില് മോളുണ്ട്. ഒന്ന് ചെല്ലുകുട്ടി, സമയമില്ല. ആരും കാണാതെ വേണം പോങ്കട്ടോ. നോക്ക്, ഇനി ഒരിക്കലും ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. ഈ ഒരു കാര്യം കൂടി ചെയ്താൽ മാത്രം മതി. വാ മോളെ, കേറ്. മമ്മി, ഡ്രൈവർ വേഗം വണ്ടി എടുത്തേ. നല്ല ആളാ മോളെ. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞല്ലേ? അച്ഛാ, നേരമില്ല മോളെ, പെട്ടെന്ന് വാ. വാ. ഒരു സെക്കൻഡ്. എന്തു പറ്റി മോളിക്കുട്ടി? ഒന്നല്ല സർ, ഇവളുടെ മുഖം നോക്കിയേ, ആകെ വേർത്ത് കുളിച്ചിരിക്കുക. ഒന്ന് തുടച്ചു കൊടുക്കട്ടെ, അത്രേ ഉള്ളൂ. ഞങ്ങളിതാ വന്നു. വാ കൃഷ്ണ, വാ നടക്ക്. ഈ പിള്ളേരുടെ ഒരു കാര്യം, ഒന്ന് വേഗം വരണേ. എന്താ കൃഷ്ണ, നിന്നെ ആരെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? സിത്താര മാഡം. എന്നിട്ട് അവര് ഗാഥയും കൊണ്ടുപോയോ? കൊണ്ടുപോയി. എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ചതി. നിന്റെ സിത്താര മാഡം നിന്നോട് ചെയ്യുന്ന ചതി. കൃഷ്ണേ, ഈ നിമിഷത്തിൽ പോലും നിന്നെ ചതിച്ചവരെ വെറുതെ വിടരുത്.
ഇന്ന് നിന്റെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. അല്ലെങ്കിൽ നിന്റെ ജീവിതം ഇല്ലാതായി പോകാൻ പോകുന്നത്. എന്നെക്കൊണ്ടത് എങ്ങനെ പറ്റും മോളിക്കുട്ടി? അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്ത് വിളിച്ചു വരുത്തിയിട്ട് അച്ഛനെ അപമാനിക്കണോ? അങ്ങനെയൊക്കെ ആലോചിച്ച പിന്നെ ഒരിടത്തും എത്തില്ല. നീ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. ആരെന്നെ ചതിച്ചാലും അച്ഛനെ ചതിക്കാനും അപമാനിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല മോളിക്കുട്ടി. എല്ലാരും കൂടെ എന്നെ തോൽപ്പിച്ചോട്ടെ, ഇല്ലാതാക്കിക്കോട്ടെ. എനിക്കെന്റെ അച്ഛനാ വലുത്. വാമോളെ, തൊഴുതോ. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കോളൂ. എണീച്ചോ മോളെ. അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കേ. എന്റെ മോൾക്ക് എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. വാ മോളെ, വാ. ഇരിക്കോ. അങ്ങോട്ട് നിന്നോളൂ. ആ അവിടെ സൈഡിൽ നിന്നോ. ആ, ഇനി ചെറുക്കന് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇതാ. ആ, ഇനി തലക്കുറികൾ പരസ്പരം കൈമാറിക്കോളൂ. ദാ.